ഹലോ, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ എക്സ്റ്റീരിയർ റെൻഡറാണ് ചെയ്യാൻ പോകുന്നത്. ഫുള്ള് ഇൻഡെപ്തായിട്ട് മെറ്റീരിയലൊക്കെ ആഡ് ചെയ്ത് ചെയ്യാനുള്ള പരിപാടി. നമുക്കിവിടെ സ്കെച്ചപ്പ് മോഡലുണ്ട്. ഞാനിപ്പോൾ D5 ഓൺ ആക്കിയിട്ടുണ്ട്. ലൈവ് സിങ്കാണ്. സ്കെച്ചപ്പ് ഞാൻ തിരിച്ചു കഴിയുമ്പോൾ D5ൽ തിരിയും. സ്കെച്ചപ്പിൽ എന്ത് മാറ്റം വരുത്തുന്നോ D5ൽ മാറും. നമുക്ക് തുടങ്ങാം. നമ്മളാദ്യം തന്നെ ഇപ്പോൾ ഇവിടെ ഒരു അഴുക്ക് പിടിച്ച കോൺക്രീറ്റ് പോലെ ഇരിക്കുന്നത് നമുക്ക് ഞെക്കുക. മെറ്റീരിയൽ പിക്കറാണ്. പിക്ക് ചെയ്യുന്നു, അസറ്റ്സിൽ പോകുന്നു, കോൺക്രീറ്റ് എടുക്കുന്നു. ഒരു ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ് എടുക്കുക, ഇടാം. അത് വീണു. ഇനി നമുക്ക് ഇവിടെ വേറെ പെയിൻ്റ് അടിക്കണം. പക്ഷേ ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ സെലക്ട് ആയി. ഇതിൻ്റെ അർത്ഥം ഇവിടെയുള്ള മെറ്റീരിയലാണ് അവിടെയും കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സ്കെച്ചപ്പിൽ മാറ്റണം. സ്കെച്ചപ്പിൽ പോകുന്നു. ഇവിടെ നമ്മൾ ഈ ഒരു ഫേസിന് മാത്രം വേറെ പെയിൻറ്റ് കൊടുക്കുക. എന്തെങ്കിലും ഒരു പെയിൻറ്റ് കൊടുത്താൽ മതി. കൊടുക്കുന്നു, അതിന് വേറെ കൊടുക്കുന്നു, ഇവിടെയും നമ്മൾ വേറെ ഇടുന്നു. ഓക്കെ, അപ്പോൾ അതോടെ സംഭവിച്ചു. ഇവിടെ മാത്രം ഒരു വേറെ കളർ വന്നു. ഇവിടെ നമുക്ക് സ്റ്റോൺ എന്തെങ്കിലും അടി കൊടുക്കുക. നമ്മുടെ നാട്ടിലേക്കുള്ളൊരു സാധനം കൾച്ചറൽ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ക്ലാഡിങ് സ്റ്റോൺ നമുക്ക് ആഡ് ചെയ്യണം. ഗ്രേ സ്ട്രിപ്പ് കൾച്ചറൽ സ്റ്റോൺ ഇങ്ങനെ ഇരിക്കും. അത് അപ്പോൾ അതിന് നമുക്കൊന്ന് ഒരു 0.75 ഒക്കെ സ്ട്രെച്ച് ചെയ്ത് ഓക്കെ, ഒരു ഇച്ചിരി ഡാർക്ക് കൂട്ടി ഓക്കെ, അതിരിക്കട്ടെ. ഈ വുഡ് വലിയ തിരക്കില്ല. നമുക്ക് വുഡിനെ പിക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ ഒരു അൾട്രാ HD ടെക്സ്ചർ ആക്കാൻ പറ്റും. അത് ആക്കി കൊടുക്കാം. സ്കെച്ചപ്പിൽ മെറ്റീരിയലാണ്, പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടച്ചപ്പ് ചെയ്തെടുക്കാം. അതായത് HD ആക്കുന്നു, കാണിക്കുന്നു, റഫ്നെസ് കുറയ്ക്കുന്നു. തിളക്കമൊക്കെ വേണം, കാരണം ഇത് വാൾ പാനൽ പോലെ ആയിരിക്കും ഇത്. അപ്പോൾ അതായിരിക്കട്ടെ. പിന്നെ ഇതെല്ലാം ഒരു ബ്ലാക്ക്, ഒരു ഗ്ലോസി ടച്ചുള്ളൊരു ഇതാക്കി കൊടുക്കുക. ഓക്കെ, അത് മതി. നമ്മുടെ ഗ്ലാസ് നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ നമ്മൾ ഗ്ലാസ്സിൽ പോകുന്നു. നോർമൽ ഗ്ലാസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. നോർമൽ ഗ്ലാസ് എടുക്കുന്നു, ഇടുന്നു. ഇനി അകത്ത് കർട്ടൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ കർട്ടൻ പൊതുവേ രണ്ട് എൻഡിലും ഡാർക്ക് കളറും സെൻറ്ററിൽ ലൈറ്റ് ഷെയ്ഡും ആയിരിക്കും. സെൻറ്ററിൽ ഓൾറെഡി ലൈറ്റ് ഷെയ്ഡ്. അകത്ത് നമുക്ക് കർട്ടൻ്റെ അകത്ത് പോയി പിക്ക് ചെയ്യുക. പുറത്ത് വരാം. അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു വേറെ ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, കുഴപ്പമില്ല. താഴെയൊക്കെ മാറിയിട്ടുണ്ട്. സെയിം മെറ്റീരിയൽ കൊണ്ടാണ് താഴെ മാറുന്നത്. ഇവിടെയും മാറി, കണ്ടോ. വേറെ വളരിക്കട്ടെ. ഇവിടെ എന്തൊരു വുഡ് ഉണ്ട്. ഓക്കെ, എൻ്റെ ലോക്കലായിട്ട് ഞാനൊരു സേവ് വെച്ച വുഡുണ്ട്, യൂറോപ്യൻ ആഷ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞാൽ D5ലുള്ള മെറ്റീരിയലാണ്. പക്ഷെ ഞാൻ അതിൻ്റെ നമ്മുടെ സൈഡിൽ കാണുന്ന പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് കണ്ട സ്പെക്കുലർ, റഫ്നെസ്, മെറ്റാലിക്, ഇതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ബേസ് കളറൊക്കെ മാറി ചേഞ്ച് ചെയ്തെടുത്തതാണ്. നമുക്ക് ലോക്കലായിട്ട് മെറ്റീരിയൽ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തേക്കണം, കുഴപ്പമില്ല. വളരെ ഇനി എന്താ, ഇവിടെയൊക്കെ നമുക്ക് വൈറ്റ് മതി. നമുക്ക് നമ്മളിവിടെ വാൾ പെയിൻറ്റിൽ പോയി കഴിഞ്ഞാൽ വൈറ്റ് ഉണ്ട്. വൈറ്റ് റഫ് വാളും ഉണ്ടാവും, വൈറ്റ് വാൾ പെയിൻറ്റും ഉണ്ടാവും. ഈ വാൾ പെയിൻറ്റ് എടുക്കുമ്പോൾ അടിക്കുന്നു. ഓക്കെ, അതുണ്ട് റെഡി. ഇനി എന്തുള്ളത്, ഫ്രണ്ടിലൊരു ഗേറ്റ് ഉണ്ട്. ഗേറ്റിന് എനിക്ക് പറഞ്ഞാൽ സെയിം മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇവിടെ എന്തുള്ള, ഇതൊരു ജനറിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കൊരു റോസ് ഗോൾഡ് എന്തെങ്കിലും കൊടുക്കാം. ഗോൾഡ് എന്ന് അടിച്ചാൽ റോസ് ഗോൾഡ്, കുഴപ്പമില്ല. പിന്നെ എന്താ, ഇവിടുത്തെ ഇതും വലിയ കുഴപ്പമില്ല കാണാനായിട്ട്. പക്ഷെ എന്നാലും നമുക്ക് കോൺക്രീറ്റിൽ എന്തെങ്കിലും ഉണ്ടോ ഇടാൻ പറ്റിയ, റഫ് കോൺക്രീറ്റോ എന്തെങ്കിലും കൊടുത്ത് നോക്കാം. അറിയുന്നില്ല, ഇച്ചിരി ഡാർക്കാക്കിയാൽ വേണ്ട. നമുക്ക് എന്തെങ്കിലും ബ്രിക്ക് പോലെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റും നോക്കാം. സ്റ്റോണിൽ പോയി സ്റ്റോണിലുണ്ടാവില്ല. വാൾ ടൈൽസിലോ ഇരുന്നിട്ട് നോക്കാം. വലിയ പ്രശ്നമില്ല. ഇവിടേക്ക് എഡ്ജ് കട്ടാവുന്നതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ബ്രിക്ക് കൊടുക്കാൻ പറ്റിയൊരു ഇതല്ല, കുറേ ഗ്രൂവ്സ് ഉള്ളതുകൊണ്ട്. എന്തെങ്കിലും ടെക്സ്ചർ തന്നെയാണ് നല്ലത്. ഒരു കാര്യം ചെയ്യാം, കോൺക്രീറ്റിൽ തന്നെ വേറെ എന്തെങ്കിലും
ഒരു ടെക്സ്ചർ ഇട്ട് നോക്കാം. വേണമെങ്കിൽ ഇതിനെ തന്നെ നമുക്കൊന്ന് പിക്ക് ചെയ്ത് ട്വീക്ക് ചെയ്തൊക്കെ നോക്കാം കേട്ടോ. കളറൊക്കെ ഒന്ന് ഇച്ചിരി ഡാർക്കാക്കി ബ്ലാക്ക് ലുക്ക് കൊടുത്താലോ. ഇത് ഭയങ്കര ഗ്രെയിൻസ് ഉള്ളൊരു ഇത്, കുറച്ചധികം ഒന്ന് സ്ട്രെച്ച് വേണ്ട. 10 ഇട്ടെടുത്ത് അതുകൊണ്ട് വല്ലാണ്ട് പോകും. വളരെയധികം ഗ്രെയിൻസ്. ഇതൊന്ന് ഇട്ട് നോക്കാം. ഇത് വലിയ പ്രശ്നമില്ല, എന്നാലും ഇങ്ങനെ ഒന്ന് ഡാർക്കാക്കിയാൽ ഓക്കെ ആവുമായിരിക്കും. ഓക്കെ, അത് മതി. പിന്നെന്താ ചെയ്യാനുള്ളത്? പിന്നെ ഈ A2 സ്റ്റുഡിയോ എഴുതിക്കണം. അത് നമുക്ക് റോസ് ഗോൾഡ് തന്നെ മതി. അപ്പോൾ ഇതെടുക്കുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, എടുക്കുക, കൊടുക്കുക. റോസ് ഗോൾഡ് ആണ്, പക്ഷേ അതിൻ്റെ റഫ്നെസ് ഒക്കെ ഒന്ന് കുറച്ച് മെറ്റാലിക് കൂട്ടി കിടക്കുന്നുണ്ട്. ഈ വെയിലടിക്കുന്നതിന് പ്രശ്നമുണ്ട്. വെയിൽ മാറിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. അപ്പോൾ അത് ഓക്കെ. പിന്നെ എന്താ, ഇതിന് നമുക്ക് ലൈറ്റായിട്ട് തിളങ്ങണമെങ്കിൽ, മീൻസ് ലൈറ്റ് കത്തിക്കാൻ പോകണമെങ്കിൽ MEC ഓണാക്കാം. പിന്നെ ഇത് ലൈറ്റ് പോലെ ഇരിക്കും. നമ്മൾ രാത്രിയൊക്കെ എടുക്കണമെങ്കിൽ കണ്ടോ, ഫുൾ ലൈറ്റാണ്. ചെയ്യാം, തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. പിന്നെന്താ, ഇവിടെ ഇതെല്ലാം നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് ആൻഡ് കൊടുക്കാം. എടുക്കുന്നു, പിക്ക് ചെയ്യുന്നു, ഇടുന്നു. പിന്നെന്താ, നമുക്കുള്ള ഇവിടെ ഗ്രാസ് ഉണ്ട്. ഈ ഒരു ഗ്രാസ് ഞാൻ എടുത്ത് ഗ്രാസ് കൊടുക്കുന്നു. എന്താ വെച്ച് ഫുൾ ഗ്രാസായി. പക്ഷെ ഇത് കണ്ടോ, ഇവിടെയും കയറി വന്നേക്കുന്നുണ്ട്. ഇങ്ങനെ വരേണ്ട കാര്യമില്ല, അകത്ത് നിന്നാൽ മതി പുല്ല്. അതായത് ഈ ഒരു മെറ്റീരിയൽ ശരിക്കും ഈ ഒരു ഫുട്പാത്തിൻ്റെ താഴെ വരെ കിടപ്പുണ്ട് സ്കെച്ചപ്പിൽ. അതായത് അത്രയും പുള്ളി ഇത് വെച്ചേക്കുക. അത് നമുക്കൊന്ന് തിരിച്ച് തള്ളി ഇവിടം വരെ ആയി കൊടുക്കാം. സ്കെച്ചപ്പിൽ പോയിട്ട് അൺഡു ചെയ്തിട്ട് സ്കെച്ചപ്പിൽ പോകുന്നു, സെലക്ട് ചെയ്തിട്ട് ഞാൻ ഹൈഡ് ചെയ്യുക. എന്നിട്ട് ഈ ഫേസിനടുത്ത് അങ്ങോട്ട് പുള്ളി ചെയ്യുക. ഇവിടം വരെ പുള്ളി ചെയ്യണം. നമുക്ക് ഇതിനകത്ത് നിന്നാൽ അകത്തുനിന്ന് നമ്മൾ ലെവലിലാണോ? ഇല്ല, കുറച്ചും കൂടി പോട്ടെ. എടുക്കുന്നു, പുള്ളി ചെയ്യുന്നു. അവിടം വരെ മതി. ഇതിനകത്ത് വരെ മതി. കൊടുക്കട്ടെ. ഓക്കെ, റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോയി നോക്കാം. ഈ ഫയലിലേക്ക് പോകുന്നു, നേരെ പിക്ക് ചെയ്യുന്നു, ഗ്രാസ് ആക്കുന്നു. എന്താ അവസ്ഥ? ഓക്കെ, അകത്ത് വരെ ഉള്ളൂ, മതി. ഇവിടെയുള്ള ടൈലൊക്കെ പുല്ലായി, ഒരു കുഴപ്പമില്ല, ഇരിക്കട്ടെ. അത് വേണമെങ്കിൽ നമുക്ക് സെറ്റപ്പിലെ ടൈലെല്ലാം മാറ്റേണ്ടി വരും. നമ്മളുണ്ടാക്കിയ മോഡലല്ലല്ലോ, അതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇനി എന്താ വേണ്ടത്? ഈ ഒരു ഫുട്പാത്തിൽ ഈ ഒരു സംഭവം അത് നമുക്ക് എന്തെങ്കിലും ഒരു പേവിങ് ടൈൽ കിട്ടുമോ നോക്കാം. പേവിങ് ടൈൽ കുറേ പലതരമുണ്ട്. ഫുട്പാത്തിലാകുമ്പോൾ കുറച്ചും കൂടി വലിയ സൈസ് കോൺക്രീറ്റ് ബ്ലോക്ക് ടൈൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ബ്ലാക്ക് എക്സ്റ്റീരിയർ വലിയ കുഴപ്പമില്ലല്ലോ, എടുത്ത് നോക്കാം. വേറെ ഉണ്ടോ? ഇതും വലിയ കുഴപ്പമില്ല, അതൊന്ന് നോക്കാം. ഇതേം ബ്ലാക്ക് എക്സ്റ്റീരിയർ എടുത്തിട്ട് ഇട്ട് നോക്കാം. ബ്ലാക്ക് എക്സ്റ്റീരിയർ സാധാരണ ഒരു ലുക്ക്. ഇതിന് നമുക്കൊന്ന് ഈ സെയിം കോൺക്രീറ്റ് കൊടുക്കാം. എന്തായിട്ടൊന്നും അറിയണില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി ഇവിടെ ചെടികളുണ്ടായിരുന്നു, അവിടെ കുറേ മരങ്ങളുണ്ടായിരുന്നു. നമ്മളിവിടെ ഉണ്ടായ വുഡ് പോയല്ലേ, നമ്മളെവിടെയോ നമ്മളിവിടെ ഈ കിടന്നിരുന്ന വുഡായിരുന്നു ആ വുഡ്. അപ്പോൾ ഇവിടെ കൊടുത്തപ്പോഴാണ് അവിടെയും പോയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്കെച്ചപ്പിൽ പോയിട്ട്
ഈ ഒരു വുഡാണല്ലോ. ഈ ഒരു സാധനത്തിന് നമുക്ക് പിക്ക് ചെയ്യാം. ജനറിക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ പോയിട്ട് ഈ വുഡിനെ ഒന്ന് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേരാണെങ്കിൽ ഞാനിവിടെ 1 ടൈപ്പ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. 1 ടൈപ്പ് ചെയ്തു തിരിച്ച് ഇങ്ങോട്ട് വരാം. മാറിയിട്ടില്ല, വന്ന് വീണില്ലേ. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാറി, കണ്ട. അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഇവിടെ നിന്ന് എന്തെങ്കിലും നമ്മൾ അബദ്ധവശാൽ മെറ്റീരിയൽ എന്തെങ്കിലും കൊടുത്തു, പക്ഷെ നമുക്ക് സ്കെച്ചപ്പിൽ മതിയെങ്കിൽ സ്കെച്ചപ്പിൽ പോയി ജസ്റ്റ് പേരൊന്ന് മാറ്റി കൊടുത്ത് ഒന്നും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പഴയപടിയാവും. അത് റീസെറ്റ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇതിനെന്താ ചെയ്താൽ നമ്മൾ HD ആക്കിയിട്ട് ഇച്ചിരി റിഫ്ലക്ഷൻ കൂട്ടി കൊടുത്ത് ചെറിയൊരു ഗ്ലോസിനെസ് ആക്കി അത്രയും ചെയ്തുള്ളൂ. അതിനെ ചെയ്യാം. നമുക്ക് HD ആക്കുന്നു, റിഫ്ലക്ഷൻ കുറയ്ക്കുന്നു. കളർ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഡാർക്ക് ആക്കണോ? വേണ്ട, ഇതാവും. ഓക്കെ, ഇതും പഴയപടിയായിട്ടുണ്ടാവും. ഇതിപ്പോൾ റോസ് ഗോൾഡ്, കുഴപ്പമില്ല. അതിന് മാത്രമേ ഞാൻ മാറ്റിയുള്ളൂ. റോസ് ഗോൾഡ് തന്നെ എടുക്കട്ടെ. ഓക്കെ, ഇനി അകത്ത് നമുക്ക് എന്താ വേണ്ടേ? ഇനി വേറെ ഒന്നും ചെയ്യാൻ ഇത്രയും തിളക്കം വേണ്ട. ഓക്കെ, ഈ ഗ്ലാസിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെയാണ് സ്പെക്കുലാർ എന്ന് പറയും. സ്പെക്കുലാർ കോട്ടിങ് കുറച്ച് എടുത്താൽ നമുക്ക് ആവശ്യമുള്ള പോലെ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യട്ടെ. ഇനി നമുക്കറിയേണ്ടത് പുല്ലിൻ്റെ കളർ ഇച്ചിരി ഒന്ന് ഡാർക്കാക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു വണ്ടി വല്ലതും ഇടണമെങ്കിൽ മോഡലിൽ പോയിട്ട് വെഹിക്കിൾസിൽ പോവാം. സ്മോൾ സൈസ്ഡോ ലാർജ് സൈസ്ഡോ എന്തെങ്കിലും എടുക്കാം. സ്മോൾ സൈസ്ഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വണ്ടികളൊക്കെ ഉണ്ടാവും. ഹൈ പ്രൊസിഷൻ പ്രോ HD ആയിട്ടുള്ള വണ്ടിയുണ്ട്, എടുത്ത് നോക്കാം. മോഡൽസൊക്കെ എടുക്കുമ്പോൾ ലോഡാവാൻ സമയം എടുക്കും, സ്വാഭാവികമാണത്. ഒരു കാർ വീലൊക്കെ കറങ്ങുന്നുണ്ട്. അത് നമുക്ക് പോയി ഡൈനാമിക് ഓഫ് ചെയ്യാം. ഡ്രൈവറും വേണ്ട, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വേണം, അങ്ങനെ ഇഷ്ടം പോലെ ഇരിക്കട്ടെ. ലൈറ്റ് ഓൺ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇതിനകത്ത് കാറിടാനുള്ള സ്ഥലം ഇല്ല പറയുകയാണെങ്കിൽ വീടിനകത്ത്, എന്നാലും കുഴപ്പമില്ലിരിക്കട്ടെ. കാറൊക്കെ നല്ലതല്ലേ. കാറ് ഇതിൻ്റെ ലൈറ്റ് കളർ ബ്ലാക്ക് മതിയെങ്കിൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് കളേഴ്സ് ഉള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബ്ലൂവോ തൽക്കാലം ഞാൻ ഈ ഒരു ബ്ലാക്ക് തന്നെ മതി തൽക്കാലം. നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റീരിയൽ കൊണ്ടുവന്ന് ഇങ്ങനെ അരിഞ്ഞൊക്കെ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം. പക്ഷേ അത് വേണമെന്ന് പറയണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ പിന്നെന്തുള്ള ഈ ഗ്ലാസ്സും എല്ലാം മാറ്റി ഈ മരങ്ങളൊക്കെ വേണം. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ പോകുന്നു, നേച്ചറിൽ പോകുന്നു, ബ്രോഡ് ലീഫിൽ പോകുന്നു. എൻ്റെ സ്ഥിരം മരം വേണ്ടതുണ്ട്, അഗ്രഫോളിയ, അതെടുക്കാം. കുറച്ച് ഹെവിയാണ്, കാരണം വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ബ്രാഞ്ചസ് ഒക്കെ അനങ്ങാന്നൊക്കെ കാണാൻ പറ്റും. അത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു മരമാണ്. ഇതിട്ട് കൊടുത്ത് പുറകിൽ കിടന്ന് നല്ല ഭംഗിയാണ്. കുറേ ബ്രാഞ്ചസുകളുണ്ട്. ഞാൻ ഒരുപാടൊന്നും അങ്ങനെ കൊടുക്കാറില്ല മരങ്ങൾ. കൂടുതൽ എന്തെങ്കിലും ബാക്ക് ഡ്രോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് റണ്ടർ ചെയ്യും. അത് ലോഡാവാൻ സമയം എടുക്കുന്നുണ്ട്. നമ്മുടെ മരം വന്നിട്ടുണ്ട്, കണ്ടോ? ഇത്ര വലിയ സാധനം. പൊതുവെ എവിടെയെങ്കിലും വെച്ചിട്ട് സ്കെയിൽ ചെയ്ത് കൊടുക്കും ഭയങ്കരമായിട്ട്. അപ്പം അതിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ നിന്നോളും പുറകിൽ. ഞാൻ പൊതുവെ ചെയ്യാറ്. കാരണം നമ്മൾ ഈ ഒരു ഹൈറ്റിൽ നിന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു 6 അടി പൊക്കമുള്ള ഒരാൾ 1.8 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കും വയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കിയിട്ട് 2 പോയിൻറ്റ് പെർസ്പെക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ഇങ്ങനൊരു സെറ്റിങ്ങിൽ ഈ മരം അവിടെ ഇരിക്കുന്നതിന് വലിയ കുഴപ്പമില്ല. ഒരു ഇച്ചിരി താത്തി വേണമെങ്കിൽ വയ്ക്കാം. അങ്ങനെ ഇതായിരിക്കും നമ്മുടെ എടുക്കാൻ പോകുന്ന ഷോർട്ട് സീൻ. അപ്പോൾ നമ്മൾ സീൻ സെറ്റ് ചെയ്യുന്നു ആദ്യം തന്നെ. ഇത് ലോക്കായിരിക്കും. ഇപ്പോൾ വന്നാൽ ഈ ഒരു ക്യാമറ വ്യൂവിലേക്ക് വരാം. ഇതിൻ്റെ D5 ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സീനെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് വിചാരിക്കുക. ഇവിടെ
പോയി പ്രിഫറൻസിൽ വിഡ്ജറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ടൂളുണ്ട്, അത് ഓണാക്കാം. ഇവിടെ ക്യാമറ വന്നു. ഇവിടെ കറൻറ്റ് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ക്യാമറ വരും. ഇനി എനിക്ക് മൂവ് ചെയ്യാം. എപ്പോഴും ഈ ക്യാമറ ഇവിടെ കണ്ടിരിക്കും. ഞാനിവിടെ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു മരം, ഫോർ എക്സാമ്പിൾ ഈ ഒരു മരം എനിക്ക് വെക്കണം. അപ്പോൾ എനിക്ക് ഞാനിവിടെ റാൻഡമായിട്ടുണ്ടെന്ന് വെച്ചാൽ പറ്റില്ല. എനിക്ക് സീനിൽ എങ്ങനെ വന്നെന്ന് ഇവിടെ ക്യാമറയിൽ കാണാം. കേട്ടോ, മരം എങ്ങനെയാണ് ആക്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കിവിടെ കാണാം. കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ ഈ മതിലിലൂടെ തന്നെ പുറത്തേക്ക് നിൽക്കുന്ന എന്തെങ്കിലും മരം ഉണ്ടോ നോക്കട്ടെ. ഇതിലൊക്കെ എവിടെയെങ്കിലും കാണും. കുറേ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ തപ്പണ്ടി വരുന്നുള്ള പ്രശ്നമേ ഉള്ളൂ. കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ അതും കിട്ടും. ഞാൻ കൂടുതൽ ലാപ്പിലാണ് വർക്ക് ചെയ്യാറ്, അതുകൊണ്ട് ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അത് കാണാം, പുതിയതായിട്ട് എടുക്കണ പോലെ തോന്നുന്നത് അതാ. നമ്മൾ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പിലാണ് എല്ലാം ഉള്ളത്. കണ്ടോ, കുറച്ച് അരിഞ്ഞു കിടക്കുന്നൊരു മരം. ഓക്കെ, അതെടുക്കാം. ഇതും കണ്ട, ഈ ഒരു സിമ്പിളിൻ്റെ അർത്ഥം അത് ഈ പ്രോവിൻ്റെ താഴെയുള്ള അർത്ഥം ഡൈനാമിക് എന്ന് പറയും. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ചില്ലകളൊക്കെ ബ്രാഞ്ചസൊക്കെ മൂവ് ചെയ്യുന്ന മരങ്ങളൊക്കെ ആയിരിക്കും. കാറാണെങ്കിലും ഡൈനാമിക് ആണെങ്കിൽ ഇതുപോലെ വീല് കറങ്ങുന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കാം. നമ്മുടെ സീനിൽ നമുക്ക് അവിടെ മരം കാണാം. ഞാൻ തിരിച്ച് വെച്ച് ഇങ്ങനെ വലിച്ച് നീട്ടിയാൽ പുറത്തേക്ക് ഇരിക്കുന്ന പോലെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഇനി എന്താ, ഇവിടെയൊക്കെ ബ്ലാങ്ക് സ്പേസ് ആണല്ലോ. ഇവിടെയൊക്കെ ബ്ലാങ്ക് സ്പേസ് പോലെ ഉണ്ട്, ഫില്ല് ചെയ്യണം. എൻ്റെ കയ്യിലുള്ളൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മോഡലിൽ ബേസിക് മോഡലിൽ ഒരു പ്ലെയിൻ എടുക്കുക. ഒരു പ്ലെയിൻ ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് അങ്ങ് വലുതാക്കുക. വലിയ ഇൻട്രഫറൻസ് ഇല്ലാത്ത രീതി വലുതാക്കുക. എന്നിട്ട് ഈ ഹൈറ്റ് ഒരു പൊടിക്ക് താത്തി കൊടുക്കുക. അപ്പം താഴെ പോയി ഒരു സെൻറ്റി താഴെ പോയുള്ളൂ. അടിക്കട്ടെ. ഈ പ്ലെയിനെ നമുക്ക് ഈ സ്കാറ്റർ ചെയ്യണ പോലെ എന്തെങ്കിലും ചെയ്താൽ നല്ലതായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല കാട് പോലെ വരുത്താം. പുറകിൽ നല്ല വലിയൊരു പ്ലെയിൻ കിടക്കട്ടെ. എൻ്റെ പുറകിൽ ഇങ്ങനെ കിടക്കട്ടെ. ഞാനിവിടെ ഇതിനെടുത്തിട്ട് സ്കാറ്റർ കൊടുക്കാൻ പോവാം. അല്ലെങ്കിൽ ഒരു മെയിൻ സെറ്റ് ചെയ്യുക, ക്രിയേറ്റ് സ്കാറ്റർ കൊടുക്കുക. ഇവിടെ അതിൻ്റെ സെറ്റിങ്സൊക്കെ വരും. ഞാനിവിടെ പ്രീസെറ്റ്, കണ്ടൻറ് പ്രീസെറ്റ് കൊടുക്കുന്നു. ഇവിടെ പ്രീസെറ്റുകൾ വന്നു. ഫോറസ്റ്റ് കിട്ടോ? ഫോറസ്റ്റ് ഇല്ല. ലോൺ ലാൻഡ്സ്കേപ്പ് മാത്രമേ ഉള്ളൂ, കാരണം എൻ്റെ ഏരിയ വളരെ കുറവായതുകൊണ്ട്. തൽക്കാലം നമുക്കിത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് സാധാരണ പോലെ ബ്രഷ് ടൂൾ ഉപയോഗിക്കാം. ബ്രോഡ് ലീഫിൽ പോകുന്നു, ബ്രഷ് ടൂൾ എടുക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ കുറച്ച് മരങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. 1, 2, 3, 6 അറ്റ് എ ടൈം 6 എണ്ണം ബ്രഷ് ടൂളിലേക്ക് പോകുള്ളൂ. 5, 6 കണ്ടോ. പിന്നെ റേഡിയസ് ഞാൻ വളരെ കൂട്ടി കൊടുക്കുക. ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് ബ്രഷ് ടൂൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്നത് ലോഡാവാൻ ഇച്ചിരി സമയമെടുക്കും, പക്ഷെ ബാക്കിയെല്ലാം പിന്നെ സ്പീഡിൽ വന്നോളൂ. അവിടെ കുറച്ച് മരങ്ങൾ വന്നു. ഇങ്ങനെ മരങ്ങൾ വെച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും വന്നു. ഭയങ്കര ഹെവിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്യണതാണ്. ശരിക്കും ചുമ്മാ മരങ്ങളെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ സീനിൽ എന്തായി, ഫുൾ കാട് പോലെ ആയില്ലേ? ആ മതി. ഞാൻ തിരിച്ച് സീനിലേക്ക് പോകുന്നു. ഇപ്പോഴും എൻ്റെ സിസ്റ്റം തന്നെ ചെറുതായിട്ടൊന്ന് ലാഗ് ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇങ്ങനെയാണ് നമ്മുടെ കറണ്ട് വ്യൂ ഇരിക്കുന്നത്. നമുക്കിങ്ങനെ ഇതിനെ അൺപിൻ ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും, ക്യാമറ പോയി. അൺപിൻ ചെയ്തു. ഇനി നമുക്ക് പ്രീസെറ്റൊക്കെ ഇട്ട് നോക്കാം. ഇവിടെ ഇനിയും വെക്കാനുണ്ടല്ലോ, ഇവിടെ കുറേ ചെടികളൊക്കെ വെക്കാനുണ്ട്. ഓക്കെ, ഞാനവിടെ ഷ്രബ്സിലൊക്കെ പോകുന്നു. പോയി കഴിഞ്ഞാൽ കുറേ കുഞ്ഞു ചെടികൾ കാണാം. ഏതെങ്കിലുമൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. ശരിക്കും നമ്മൾ
നാട്ടിലൊക്കെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കുറേ പ്ലാൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സെർച്ച് ചെയ്തതിൽ കിട്ടും. മിക്കതും അവൈലബിൾ ആണ്. ട്രൈ ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് കാണുമ്പോൾ ഭംഗി വന്നതൊക്കെ എടുത്ത് വയ്ക്കാൻ നോക്കുകയാണ്. വീഡിയോ അധികം ലെങ്തി ആവാണ്ട് നോക്കണമല്ലോ. അങ്ങനെ അത് വയ്ക്കാം. ഞാനിനി ഈ പ്ലാൻസ് എല്ലാം വെച്ചിട്ട് എന്തായിരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സ്പീഡപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. തൽക്കാലം കുറച്ച് ചെടിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനിയിപ്പോൾ ഇവിടെ റോഡുണ്ട്. റോഡ് വലിയ കളറില്ല. റോഡ് ഒന്ന് ഡാർക്കാക്കാം. റഫ്നെസ്സൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് റോഡിൻ്റെ മെറ്റീരിയൽ ഉണ്ട്. ഞാനിവിടെ റോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, മെറ്റീരിയൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ റോഡ് സർഫസ് ഒക്കെ ഉണ്ട്. റോഡ് സർഫസ് ഇട്ട് കൊടുത്താലും മതി. അതാകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. കാരണം നമ്മൾ ഡീഫൈൽ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കുറച്ചും കൂടി ചുള്ളിയൊക്കെ പിടിച്ചിരിക്കുന്ന റോഡ് ഡാർക്കാക്കിയ നടക്കും. ഓക്കെ, ഇതാ ആൾക്കാരെ ഞാൻ തൽക്കാലം വെക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ നമ്മുടെ വീട്. ഇവിടെ നമുക്ക് കുറച്ച് വൈൻസ് ഹാങ്ങിയുന്ന പോലെ കൊടുത്താൽ നല്ലതായിരിക്കും തോന്നണം. അപ്പോൾ നമുക്ക് ഇവിടെ മോഡലിൽ പോവുക, വൈൻസ് എടുക്കാം. കേട്ടോ, ഇതിൽ കുറേ പലതരം വൈൻസ് ഉണ്ട്. കുറച്ച് നല്ലതുണ്ട് താഴെ, ഞാൻ കാണിച്ചു തരാം. ഇരിക്കുന്നത് കണ്ടോ, ഇതിലേക്ക് എടുക്കാം. നമുക്ക് തൽക്കാലം ഇതെടുക്കാം. ഇതെല്ലാം എടുത്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. തിരിഞ്ഞാൽ വന്നിരിക്കുക. ഇവിടെ ഞാൻ 180 ഡിഗ്രി എന്ന് കൊടുക്കുന്നു. ഇങ്ങോട്ട് വയ്ക്കുന്നു. ഇതല്ല, വെറുതെ കൊണ്ടുവന്ന് ഞാൻ വൈൻസ് വെച്ചത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ കറണ്ട് സ്റ്റാറ്റസ്. കാലം സീനിലേക്ക് വല്ലതും സേവ് ചെയ്യാം. എന്തെങ്കിലും ചെയ്യാം. വൈറ്റ് കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രീസെറ്റ് ഇടാം. അല്ലെങ്കിൽ നമ്മളിപ്പോഴുള്ള ഈ സണ്ണിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കസ്റ്റമായിട്ട് നമുക്ക് കറക്കിയൊക്കെ തിരിച്ചൊക്കെ നോക്കാം. ഭയങ്കര മഞ്ഞപ്പ് കയറി വരുന്നു. കാര്യം ചെയ്യാം. ചെടിയാര ഏതെങ്കിലും നല്ലതുണ്ടോ? ക്ലൗഡി ചെടി വലിയ സുഖമില്ലല്ലോ, മാറ്റി. ഇത് തന്നെ മതി. നമുക്ക് കാണൂല അല്ലേ? കാര്യം ചെയ്യാം. എന്തെങ്കിലും ഒരു ഷ്രബ്സ് എന്തെങ്കിലും ഉണ്ടോ നല്ലത്? കുറേ പേരൊക്കെ ഉണ്ട്, ഞാൻ ഓർക്കണില്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നോക്കാം നമുക്ക്. ഇത് തന്നെ മോൺസ്റ്ററ ഡെലിഷ്യോസ്. അത് നമ്മുടെ നാട്ടിൽ കാണുന്നൊരു സാധനമാണ്. കുഞ്ഞ് ചെടി ഇതിലൊക്കെ. പിന്നെന്താ പറ്റാനുള്ള കാറൊക്കെ ഉണ്ട് അകത്ത്, വെയിലടിക്കുന്നു. ഓക്കെ, ലൈറ്റ് കുറയ്ക്കാം, കണ്ണെടുക്കാം. കസ്റ്റം എടുക്കുന്നു, കറക്കി നോക്കുന്നു. വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മൾ പ്രീസെറ്റുകളിൽ അത്രയും വരില്ല. പ്രീസെറ്റ് എപ്പോഴും ഭയങ്കര ഭംഗിയാണ് കാണാൻ. ക്ലൗഡി ഇട്ട് നോക്കാം. ഞാൻ പറഞ്ഞോളൂ, ഞാൻ ലാപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പെട്ടെന്ന് ഡൗൺലോഡ് ആവുന്ന പ്രീസെറ്റുകൾ കുറച്ച് മോശമായിരിക്കും, സമയം എടുക്കുന്നത് നല്ലതായിരിക്കും.
ഇത് നോക്കാം. ഇതിൽ തന്നെ നമുക്കൊന്ന് സണ്ണൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നോക്കാം. കയ്യിൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഭയങ്കര കൂടുതൽ, അതുകൊണ്ട് ഇതെങ്ങനെയുണ്ട്? ഫോഗ് നൈറ്റ് സെറ്റപ്പാണ്. വെയിലടിച്ച രസം ഉണ്ടാവാൻ തോന്നുന്നു. കൊള്ളാലോ. ഈ കാറിൻ്റെ ലൈറ്റ് ഭയങ്കര കൂടുതൽ. ഓക്കെ, മരങ്ങളൊക്കെ അനങ്ങുന്നുണ്ടോ? ഡൈനാമിക് ആയിട്ടുള്ള എടുക്കുമ്പോഴുള്ളൊരു ഗുണം അതാ. ഈ സീൻ വലിയ കുഴപ്പമില്ല പുറത്തേക്ക്, പക്ഷെ എന്നാലൊരു ഭയങ്കര മഞ്ഞപ്പ് വരുന്നു. മഞ്ഞപ്പൊന്ന് ഉറയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്പോഷറൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിൽ ഈ എഫക്റ്റീവ് പോയി കഴിഞ്ഞാൽ ഹൈലൈറ്റ്, കോൺട്രാസ്റ്റ്, സ്ലോപ്പ്, വൈറ്റ് ബാലൻസ്, ടിൻറ്റ്, ബ്ലൂം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതാണിപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു വീട് എന്നാണെങ്കിൽ പറയാം. ഇനി നമുക്ക് വേറെ ഉണ്ടോ നോക്കാം. ഇവിടെ കുറെ ക്ലൗഡിയൊക്കെ ഉണ്ട്, വലിയ കാര്യമില്ല. സൺസെറ്റ് നോക്കാം. അയ്യോ, ഭയങ്കര മഞ്ഞ. ഇത്രയും മഞ്ഞപ്പിൻ്റെ ആവശ്യമില്ല. സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ പറയണ്ടല്ലോ. വലിയ കുഴപ്പമില്ല. ഇരിക്കട്ടെ. പിന്നെ ഒരുപാട് റീസെറ്റ് ഉണ്ട്, ഞാനിപ്പോൾ എല്ലാം കാണിക്കുന്നില്ല. റെയിനി എടുത്ത് നോക്കിയാലോ. മൂടിയ അവസ്ഥ കണ്ട, താഴെ ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പ്രസിപ്പിറ്റേഷൻ, അതായത് മഴ കൺട്രോൾ ചെയ്യാം. മഴ വേണ്ട, വെള്ളം കിട്ടിയാൽ മാത്രം മതിയെങ്കിൽ സ്ട്രെങ്ത് കുറയ്ക്കുക, വെള്ളക്കെട്ട് മാത്രമായിട്ട് ഇടാം. നമുക്ക് ഏത് ഇതിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇതും വലിയ കുഴപ്പമില്ല. ഫോഗൊക്കെ ഉണ്ട്. ഫോഗ് വോളിയം ലൈറ്റൊക്കെ ഇട്ട് കൊടുത്താൽ, വോളിയം ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കാണുന്ന പോലെ ലൈറ്റ് സ്കാറ്ററായി വരുന്നതൊക്കെ കാണാൻ പറ്റും. വലിയ കുഴപ്പമില്ല. ഇരിക്കട്ടെ, നമുക്ക് 3 സീനും നമുക്കൊന്ന് റെൻഡർ ചെയ്യാം. 4K ഇട്ടിട്ട് ഞാൻ ക്യൂവിലേക്ക് ആഡ് ചെയ്യുന്നു. അടുത്ത സീനിനെയും ഞാൻ 4K ഇട്ടിട്ട് ക്യൂവിലേക്ക് ആഡ് ചെയ്യുന്നു. അടുത്ത സീനിനെയും ഞാൻ 4K ഇട്ടിട്ട് ക്യൂവിലേക്ക് ആഡ് ചെയ്യുന്നു. 3 വന്നു. ഇപ്പോൾ ഇവിടെ വൈറ്റിലേക്ക് പോകും. ഓക്കെ, നമുക്ക് ഓട്ടോ ക്ലോസ് എന്നുള്ള ഓപ്ഷനുണ്ട് D5-ന്. അതായത് നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഓവർനൈറ്റൊക്കെ റെൻഡർ ചെയ്യാൻ വെച്ചിട്ട് കിടക്കുക. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെൻഡർ ആവും. അത് കഴിഞ്ഞ് തന്നെ ക്ലോസ് ആയിക്കോളും. ലാപ്പിന് അധികം ഹെവി അല്ലാണ്ടിരുന്നോളും. അങ്ങനെ അത് നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ റെൻഡർ ചെയ്യാൻ വെച്ചതൊക്കെ റെൻഡർ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ റെൻഡർ. ഇതാണ് രണ്ടാമത്തെ റെൻഡർ. അങ്ങനെ വെളിച്ചം ഭയങ്കര കൂടിപ്പോയി, എന്നാലും വലിയ തിരക്കേടില്ല. ഇതാണ് അവസാനത്തെ. ഫോഗ് ഒക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ഇത് നമ്മൾ പെട്ടെന്ന് എടുത്തൊരു റെൻഡറാന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് എഡിറ്റിങ് ഇനിയും ഇതിൽ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും ഓവറോൾ നോക്കുമ്പോൾ ഇതാണ് കുറച്ച് നല്ല ഇതാന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു മോഡലല്ല, വേറൊരാളുടെ ഒരു മോഡൽ നമ്മൾ സൈറ്റിൽ നിന്ന് എടുത്തു, നമ്മുടേതായ ടച്ചപ്പൊക്കെ ചെയ്ത് ഇട്ടു. ഇത് തന്നെയാണെങ്കിൽ കർട്ടൻ്റെ അകത്തൊക്കെ നമുക്ക് ലൈറ്റ് ഇടാം. സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ ഇടാൻ പറ്റും. ഇവിടേക്ക് വേണമെങ്കിൽ ലൈറ്റ് എന്തെങ്കിലുമൊക്കെ വെക്കാം. ഒരുപാട് എഡിറ്റിങ് നടത്താനുണ്ട്. സ്കെച്ചപ്പിൽ നമ്മൾ എഡിറ്റിങ് നടത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് റെൻഡർ ചെയ്യാനുള്ള ഒരുപാട് ഇനിയും ചെയ്യാനുണ്ട്. തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇതുകൊണ്ട് നിർത്തുകയാണ്. നമ്മൾ ഈ മോഡലിൽ തന്നെ ആയിരിക്കും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിനെ കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് അടുത്ത വീഡിയോകളിൽ കാണാം. ഓക്കെ, സീ യു ഇൻ ദി നെക്സ്റ്റ് വൺ.